ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഊണിൻ്റെ കൂടിയും അതേപോലെ ചപ്പാത്തി പോലുള്ള എല്ലാവിധ ഡ്രൈ പകലോടെയും കഴിക്കാൻ പറ്റിയ പ്രോൺസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, അതുപോലെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യം തന്നെ കാണുകയെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയല്ലോ. ആദ്യം തന്നെ ഇതിനായിട്ട് എടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് മീഡിയം സൈസ് 2 സബോള ഇതേപോലെ നീളനെ നുറുക്കി ചേർത്ത് കൊടുക്കാം. അതേപോലെ മീഡിയം സൈസ് 1 കഷ്ണം ഇഞ്ചി ജസ്റ്റ് ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കാം. 2 പച്ചമുളക് സ്ലൈസ് ചെയ്ത് നുറുക്കിയത്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത സബോളയുടെ പച്ചമുളക് മാറി അത്യാവശ്യത്തിന് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുത്താൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമുളക് മാറി വന്നിരുന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് കുറച്ച് കൊടുത്തേക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമുളക് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മീഡിയം സൈസ് 1 തക്കാളി ജസ്റ്റ് ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിന് ശേഷം അല്പം വെള്ളം കൂട്ടി മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വീണ്ടും നമുക്കൊരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ തന്നെ സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കാൻ നോക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നീളനെ കീറിയത് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 10 സെക്കൻഡ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവി തളവന്ന് തുടങ്ങുന്ന സമയത്ത് 2 നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുള്ളി അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം വെള്ളം ചേർത്ത് ഒരുപാട് ലൂസാക്കരുത്. അല്പം തിക്കോടെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും തളവന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ച പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കിലോ പ്രോൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി ആയിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഗ്രേവി ആയിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ അവസാനമായിട്ട് ഇതിലേക്ക് വേണ്ട താളിപ്പ് റെഡിയാക്കാം. ഇതിനായിട്ട് ചെറിയൊരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയുള്ളിക്ക് ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതുകൂടാതെ ഒരു 4 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പ്രോൺസ് കറി താളിക്കാനുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പ്രോൺസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സർവിംഗ് ഡിഷിലോട്ട് പകർത്താം.
അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പ്രോൺസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഊണിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തി പോലുള്ള എല്ലാവിധ ഡ്രൈപ്പകളുടെയും അടിപൊളി ഒരു കോംബോ തന്നെയാണ്. അതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒട്ടും തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുന്നവരൊക്കെ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇനി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.